ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നും രണ്ടാമതൊരു കിടിലൻ വണ്ടി വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോമോട്ടീവ് ഷോപ്പിലാണുള്ളത്. നമ്മളിന്ന് ഒറ്റക്കാണ് കാർ എടുക്കാൻ വന്നത്. നമുക്കിനി കാർ എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഒരു കിടിലൻ വണ്ടിയാണ്. ഞാൻ ഒറ്റക്ക് എടുത്തൊരു വണ്ടിയാണ് അടുത്തൊരു കിടിലം ഒരു ബ്ലൂ ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. നല്ലൊരു വണ്ടിയാണ്. ഇത് ഒരു കിടിലം വണ്ടിയാണ്. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ സൈൻ ചെയ്യണം. സൈൻ ചെയ്തിട്ട് വണ്ടി എടുക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ വണ്ടി പ്രീ ബുക്ക്ഡും പ്രീപെയ്ഡും ഒക്കെയാണ്. എല്ലാം പൈസയൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചാൽ നമുക്കിവിടെ ഒന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് നേരെ ഇങ്ങ് വരാം. ഇനി ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് പോയി ഡോറും തുറന്ന് നേരെ നമുക്ക് വണ്ടി എടുത്തങ്ങ് പുറത്ത് പോവാം. ഇതൊരു ഷോർട്ട് കാർ ഡെലിവറി വ്ളോഗാണ് ഗൈസ്. അപ്പം വണ്ടി ഒരു നീല വണ്ടിയാണ് ഗൈസ്. വണ്ടി ഇവിടുന്ന് നമ്മളെ രണ്ടാമത്തെ വണ്ടിയാണ്. ആദ്യത്തെ വണ്ടി ഒരു ലാൻഡ് ക്രൂസർ ആയിരുന്നു, LC300 ആയിരുന്നു. നമുക്കിനി ഇവിടുന്ന് നമുക്കൊന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ തട്ടി. അതൊന്നും പ്രശ്നമില്ല. നമുക്ക് അവിടെ പോയിട്ട് കാറൊന്ന് പെട്രോൾ അടിക്കണം. പെട്രോളില്ല, ഹാഫ് ടാങ്കേ ഉള്ളൂ പെട്രോള്. അതിന് പെട്രോൾ അടിക്കണം. നമുക്കിവിടെ വണ്ടി ഇങ്ങോട്ടേക്കാക്കിയിട്ട് ഇവിടെ നിർത്തിയിടാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് തട്ടിയിരിക്കുന്നത്. ആ പെയിൻ്റൊന്ന് പോയിട്ടുണ്ട്. ഇതാണ് എൻജിൻ, ഒരു കിടിലൻ എൻജിനാണ്. പിന്നെ വണ്ടി അത്ര സ്പീഡൊന്നുമില്ല, എന്നാലും സ്പീഡൊക്കെ ഉണ്ട്. ഒരു ബ്ലാക്ക് റൂഫ് ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പെട്രോൾ അടിക്കാൻ പോകണം. പെട്രോൾ അടിച്ചതിന് ശേഷം വണ്ടി നന്നാക്കിയിട്ട് ആ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നിർത്താം. ഇതൊരു ചെറിയൊരു മിനി കാർ ഡെലിവറി വ്ളോഗാണ്. അതിന് ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മുടെ മായാവി വീട്ടിക്ക് ടൈമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് ഡെലിവറി വീഡിയോ എടുത്തത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വണ്ടി ഒന്ന് ഫ്യൂൽ അടിക്കാം. ഇവിടെ നിർത്തിയിട്ട് ഒന്ന് ഫ്യൂൽ അടിക്കാം. ഹാഫ് ടാങ്കേ ഉള്ളൂ. നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. വണ്ടിയിൽ ആ ഒരു സ്ക്രാച്ച് കാണുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു വല്ലായ്മ. എന്നാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് പിന്നെ ആ സ്ക്രാച്ചൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് വഴി തെറ്റുന്നതാണ്. സ്വതവേ നമുക്ക് വഴി തെറ്റാറില്ല. നമ്മൾ വന്ന വഴി ബാക്കിലെ പോയിട്ട് മെയിൻ റോഡിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിംഗ് തന്നെയാണ് ഈ സംഭവം വരുന്നത്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ആ സംഭവം വരിക. ഇതാണ് ആ ബിൽഡിങ്. ഇവിടെ ഇതെന്ന് വെച്ചാൽ വണ്ടി മുകളിൽ കൊണ്ടുപോയിട്ട് വെച്ചാലേ ആകത്തുള്ളൂ. നമുക്ക് ഇനി വണ്ടി ഇതാക്കാം. ഇതിവിടുന്ന് റിപ്പയർ ചെയ്യാം. നമ്മൾ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് ഇവിടെ കുറച്ച് താത്തി ഇടണം. ഈ തെങ്ങിൻ്റെ സൈഡിലൂടെ പോയിട്ട് താഴെ പോയിട്ട് ആ കല്ലിലിടിച്ച് ഒന്നും പറ്റിയില്ല എന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് കീഞ്ഞിട്ടൊരു ഫോട്ടോ എടുക്കാം. ഇതാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന ഒരു വ്യൂ ഗൈസ്. അപ്പം നമ്മളെ വണ്ടി നമുക്കൊരു ഫോട്ടോ എടുക്കാം. കുറച്ച് താത്തി ലോവർ ചെയ്ത് ഒന്ന് റിമോട്ടാക്കി ഒന്നിച്ച് അടിയിൽ ഫോട്ടോ എടുക്കും. ഇത് നമുക്ക് ഈ ഫോട്ടോയോട് കൂടി നമുക്ക് വീഡിയോ കിട്ടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായി നമ്മൾ വീഡിയോ ഇടാത്ത, ഒരു 2-3-4 ദിവസമായി നമ്മൾ വീഡിയോ ഇടാത്ത. നമ്മളൊരു കാർ ഡെലിവറി വീഡിയോ ആയിരുന്നു. ഇനിയും കുറച്ച് കാറ് വരുന്നുണ്ട്. പിന്നെ ഞാൻ റിവീൽ ചെയ്യാത്ത കുറേ കാറുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈനിങ് ഔട്ട്.
ബൈ ബൈ.